ും ഇതിൻ്റെ ഈ മരത്തെ ഛേദിച്ച്, അതായത് ഈ വൃക്ഷത്തെ ഛേദിച്ച് ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ച് അതിൻ്റെ വേരുകളുടെ ഉത്ഭവത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേരുകളുടെ ഉത്ഭവം ഭഗവാൻ പറയുന്നു അതെൻ്റെ പരമമായ ധാമമാകുന്നു. അവിടെ എത്തിയവർ പിന്നീട് തിരിച്ചു വരുന്നില്ല. എന്നിട്ട് ഭഗവാന്റെ ധാമത്തെ പറ്റി ഭഗവാൻ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പരമമായ ധാമത്തിൽ അവിടെ സൂര്യനോ ചന്ദ്രനോ പാവകനോ വെളിച്ചം വീശുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെളിച്ചമില്ലെന്നാണോ? അവിടെ ഉറപ്പായിട്ടും വെളിച്ചമുണ്ട്. അതായത് നമ്മളുടെ ഭൂമിയിൽ വെളിച്ചം നമ്മൾക്ക് സൺലൈറ്റ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മൂൺലൈറ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഭഗവാന്റെ ധാമത്തെ. ഭഗവാന്റെ ധാമത്തിൽ വെളിച്ചമുണ്ടോയെന്ന് വെച്ചാൽ എന്തായാലും വെളിച്ചമുണ്ട്. അവിടെ സൂര്യൻ്റെയും വെളിച്ചമല്ല, ചന്ദ്രൻ്റെയും വെളിച്ചമല്ല. പാവകൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പാവകനും അവിടെ വെളിച്ചം വീശുന്നില്ല. അപ്പോൾ അതാണ് ഭഗവാന്റെ പരമമായ ധാമം, അതായത് ഗോലോക വൃന്ദാവനം. അപ്പോൾ അവിടെ എത്തിയവർ തിരിച്ചു വരുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് ഭഗവാൻ പറയുന്നു എല്ലാ ജീവാത്മാക്കളും, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജീവാത്മാക്കളും എന്നിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പം നമ്മൾ